കെ.എസ്.ആർ.ടി.സി കണ്ണൂർ ഡിപ്പോയിൽ നിന്നുള്ള പുതിയ 4 ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ്, ബസ് സ്റ്റാൻഡ് യാർഡ് ഇന്റർലോക്ക് പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനവും രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. ഡിപ്പോയിൽ നിന്ന് പുതുതായി ആരംഭിച്ച എളയാവൂർ അമ്പലം തോട്ടട പള്ളിപ്പുറം ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച മന്ത്രി ബസിന്റെ ആദ്യ യാത്രക്കാരനായത് കൗതുകമായി. കണ്ണൂർ മൈസൂർ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്, ബജറ്റ് ടൂറിസം സെല്ലിന് അനുവദിച്ച സൂപ്പർ ഡീലക്സ് ബസ്, ചെമ്പേരി ഏറ്റുപാറ ബസ് എന്നിവയും ഇതോടൊപ്പം ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ ഗതാഗത മേഖലയിൽ കെ.എസ്.ആർ.ടി.സിക്ക് സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കാൻ കഴിയും. അതിലെ ജീവനക്കാരും യാത്രക്കാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ അത് ഗുണപ്രദമാക്കുവാനും ജനോപകാരപ്രദമാക്കുവാനും ആകർഷകമാക്കാൻ കഴിയുള്ളൂ. അനുദിനം യാത്രക്കാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗതാഗതക്കുരുക്ക് കാസർഗോഡ് മഞ്ചേശ്വരം തൊട്ട് തിരുവനന്തപുരം വരെയുണ്ട്. എല്ലായിടങ്ങളിലും ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. അതിന് വാഹനങ്ങളുടെ ബാഹുല്യം, അത് എല്ലാ നിലയിലുള്ള വാഹനങ്ങൾ, സ്വകാര്യമാകട്ടെ പരസ്യമാകട്ടെ എല്ലാം. ആ നിലയിൽ ഗതാഗത സൗകര്യം, റോഡ് ഗതാഗതത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തപ്പെടുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ റോഡ് വികസനങ്ങളെല്ലാം ഉണ്ടായി. നമ്മുടെ ഈ ജില്ലയിൽ തന്നെ, നമ്മുടെ ഈ മണ്ഡലത്തിൽ തന്നെ 1600 കോടി രൂപയുടെ വികസനങ്ങളാണ് നടത്തിയത്. 60 കോടി രൂപ പ്രവർത്തനം നടന്നു വരികയാണ്. എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.30 കോടി രൂപ ചെലവഴിച്ചാണ് കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡ് യാർഡിന്റെ ഇന്റർലോക്കിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. കണ്ണൂർ കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ കോർപ്പറേഷൻ കൗൺസിലർ ഇ. ബീന അധ്യക്ഷയായി. ടി.ടി.ഒ. വി. വിനയകുമാർ, DEA കെ. അനീഷ്, ഇ. രമേശൻ, അഡ്വക്കേറ്റ് പി. അജയകുമാർ, സുരേഷ് ബാബു എളയാവൂർ, രാഹുൽ കായക്കൽ, TC മനോജ്, ഫറൂഖ് വട്ടപ്പൊയിൽ, വി. രഘുത്തമൻ, സി. ധീരജ്, PC അശോകൻ, അസ്ലം പിലാക്കൽ, രതീഷ് ചിറക്കൽ, ജോയ് കുന്നക്കൽ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.